ഹലോ ഹായ് നമസ്കാരം. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനൊന്ന് കാണാനിടയായി. അവനെ സാധാരണ കാണുമ്പോൾ കയ്യിലൊരു വാച്ച് എപ്പോഴും കാണും. പിന്നെ ബുള്ളറ്റിലാണ് വരിക. ആള് മുടിയൊക്കെ ഇങ്ങനെ സൈഡിൽ ഒതുക്കി ചീകി നീറ്റ് വസ്ത്രമൊക്കെ ആയിരിക്കും. ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക്. അതായത് ആളങ്ങനെ മുഷിഞ്ഞിരിക്കുന്നു, ക്ഷീണിതനായിട്ട്. അവനക്ക് എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അവന് ഓരോ വാക്ക് പറയുമ്പോഴും കണ്ണീര് പുറത്ത് കാണുന്നില്ലെങ്കിലും ഉള്ളിൽ നന്നായി തേങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അവനായിട്ട് ചായ കുടിക്കാനിരുന്നു. അവനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ്റെ ചില സുഹൃത്തുക്കള് അല്ലെങ്കിൽ സൗഹാർദ്ദം നടിച്ച് അവൻ്റെ കുറച്ച് സാമ്പത്തികമുള്ള സമയത്ത് എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ ഈ നിസ്സഹായാവസ്ഥ അവർ മനസ്സിലാക്കിയിട്ട് പോലും അവനക്കത് തിരിച്ചു കൊടുക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. അതായത് അവനക്ക് കൂടുതൽ വിഷമം അന്ന് കാശ് മേടിച്ചവരിൽ 2-3 പേര് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലാണ്. അവർ അവനെ കാണുമ്പോൾ മുഖം തിരിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എന്നെ അറിയാത്ത സുഹൃത്തുക്കളും, നാം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം. കാരണം നമ്മളെ സഹായിച്ചവൻ ഒരു പക്ഷെ വളരെ ബുദ്ധിമുട്ടിലാവും. നാളെ അവനും അവൻ്റെ കുടുംബവും ഒരു പക്ഷെ നമ്മുടെ കാരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. അതായത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അതൊക്കെ വലിയ ശാപമാണ്. നാളെ അത് വന്ന് ഇടിത്തി പോലെ തലയിൽ വീഴുക നമ്മുടെ മക്കൾക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കാവും, അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ഒരാളെങ്ങനെ മരിച്ച് എന്നാണ് ചോദ്യം വരുള്ളൂ സാധാരണ. അവനെങ്ങനെ മരിച്ച്? പക്ഷെ അവനെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യം അതുവരെ ആരും ചോദിക്കില്ല. അതുകൊണ്ട് പറയാണ്, ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ നേരിൽ കണ്ടുകൊണ്ട് ഞാൻ പറയാണ്, ഒരാളെയും പറ്റിച്ച് ജീവിക്കരുത്. കൊടുക്കാനുള്ള കാശ് എത്രയും പെട്ടെന്ന് ആരായാലും കൊടുത്തു തീർക്കുക. മറ്റുള്ളവൻ്റെ കാശ് കൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ വീട്ടുകാരെയും നമ്മൾ തീറ്റിപ്പിച്ചിട്ടും കുടിപ്പിച്ചിട്ടൊക്കെ എന്താ കാര്യം? മരിച്ചു പോകേണ്ട ചങ്ങായിമാരെ.